പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബലരാമനും വീട്ടുകാരും തിരികെ വന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സാഗർ. ഇതേ തുടർന്ന് എന്തിനാണ് ബലരാമനെ ഇങ്ങനെ ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ കൺമണി കാര്യങ്ങൾ തിരിച്ചറിയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. സത്യങ്ങൾ എനിക്കറിയണം. എന്തിനാണ് ബലരാമൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത് ദേഷ്യമാണ് ബലരാമൻ ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി ഇതേ തുടർന്ന് ബലരാമനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ബലരാമനോട് തനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നതിനായിട്ടാണ് താൻ വന്നിരിക്കുന്നത് എന്ന് കൺമണി പറഞ്ഞതിനെ തുടർന്ന് എന്താണ് കൺമണിക്ക് അറിയാനുള്ളത് എന്ന് ബലരാമൻ ചോദിക്കുന്നു. ഇതോടെ എന്തിനാണ് അലിഗാഡ് ഡിസൈൻസിനെ നശിപ്പിക്കുന്നതിനായി നിങ്ങൾ ശ്രമിക്കുന്നത്? അലിഗാഡ് ഡിസൈൻസുമായി എന്താണ് ഇത്ര വിദ്വേഷം ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതിനെ തുടർന്ന് അയാൾ ചിരിക്കുകയാണ്. കൺമണിക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് കൺമണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന കൺമണി, അതെ, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരണം. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അതങ്ങനെയാകുമ്പോൾ പിന്നെ പ്രശ്നവും ഉണ്ടാവുകയില്ല. എല്ലാ പ്രശ്നവും ഇവിടെ വെച്ച് നമുക്ക് ഒതുക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യും. സോ കാര്യങ്ങൾ പറയൂ. ഇത് കേൾക്കുന്ന ബലരാമൻ, കൺമണി ഇത്രയധികം ചോദിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ആ സത്യങ്ങൾ തുറന്നു പറയാം. എനിക്കത് വ്യക്തമാക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് അറിയിക്കുന്ന ബലരാമൻ, പണ്ട് സാഗർ ജോലി ചെയ്യുന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ സൗഹൃദത്തിലായിരുന്നു. ഞങ്ങൾ വളരെ അധികം അടുത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന രണ്ട് ഫാമിലികൾ. പക്ഷേ ഇതേ തുടർന്നാണ് ഞങ്ങളെ ചതിച്ചുകൊണ്ട് സാഗറും കുടുംബവും മുന്നോട്ട് പോയത്. അതിൽ എൻ്റെ അച്ഛന് ലഭിച്ച തിരിച്ചടി എന്ന് പറയുന്നത് വളരെ മൃഗീയമായിരുന്നു. സാഗറിൻ്റെ ചതിയെ തുടർന്നാണ് എൻ്റെ അച്ഛൻ ഇപ്പോഴത്തെ അവസ്ഥയിലായത്. വീൽ ചെയറിൽ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹം പണ്ട് എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും കാണേണ്ടത് തന്നെ ആയിരുന്നു. ഇതേ തുടർന്ന് ചതിയിൽപ്പെട്ട് എല്ലാം നഷ്ടമായതിനെ തുടർന്നാണ് ഞങ്ങൾക്ക് നാട് വിട്ട് പോകേണ്ടതായി വന്നത്. അന്ന് തീരുമാനിച്ചതാണ് ഞങ്ങൾ തിരികെ വരുമെന്ന്. നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കുകയും ചതിച്ചവരെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കും എന്നുള്ള തീരുമാനവും. ഇനി കൺമണി അറിയുന്നതിനായി മറ്റൊരു കാര്യം കൂടി പറയാം. അത് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് എന്താണ് പറയാൻ ഉള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കൺമണി. വേഗം വ്യക്തമാക്കണം. ഞാൻ പറയാം. ഞാൻ എന്തായാലും അലിഗാഡ് ഡിസൈൻസ് തകർക്കും. അതിനുശേഷം ആ വീട്ടിലെ ഓരോരുത്തരെയായി ഇല്ലാതാക്കും. അങ്ങനെ ആ കുടുംബം നശിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് പൂർണ്ണമായി സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അതുവരെ ഞാൻ അവരെ തകർക്കുന്നതിനായി ഏതറ്റം വരെ പോകണമോ ആ അറ്റം വരെ പോയിക്കൊണ്ടേയിരിക്കും. അത് എൻ്റെ തീരുമാനമാണ്. ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എൻ്റെ വാശിയാണ്. ജയിക്കുന്നത് വരെ ഞാൻ പോരാടുക തന്നെ ചെയ്യും. വിജയം എൻ്റേത് മാത്രമാക്കണം. ഇത് കേൾക്കുന്ന കൺമണി, ആ ആഗ്രഹം ഒരിക്കലും നടക്കുകയില്ല. കാരണം അവരുടെ കൂടെ ഞാനുണ്ടാകും. അലിഗാഡ് ഡിസൈൻസിനെ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി എൻ്റെ വഴിയിൽ തടസ്സമായി നിൽക്കരുത്.
അലിഗ ഡിസൈൻസിനെ തകർക്കണം എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ്. കൺമണിക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുന്നതിന് ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് കൺമണിയെ PR ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചത്. കൺമണി പറയുന്ന ശമ്പളം, അതാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതലുമില്ല, കുറവുമില്ല. എത്രത്തോളം വേണം എന്ന് കൺമണിക്ക് തീരുമാനിക്കാം. കൺമണിയുടെ ഡിസൈൻ കൂടി PR ഗ്രൂപ്പിന് കിട്ടുകയാണ് എങ്കിൽ പിന്നെ അലിഗ ഡിസൈൻസ് ഇല്ല എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എനിക്കെത്തണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ ദയവായി നിൽക്കണം. പ്ലീസ്, എന്നെ എതിർത്ത് നിൽക്കരുത്. ഇത് കേൾക്കുന്ന കൺമണി, എനിക്കതിന് സാധിക്കുകയില്ല. കാരണം ക്രിഷ് എൻ്റെ ഭർത്താവാണ്. അലിഗ ഡിസൈൻസ് എൻ്റെ ഭർത്താവിൻ്റെ കമ്പനിയും. അവരെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ അലിഗ ഡിസൈൻസിനെ രക്ഷിക്കുക എന്നത് എൻ്റെ കടമ കൂടിയാണ് എന്ന് വ്യക്തമാക്കുന്ന കൺമണി ഇതേ തുടർന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനെ തുടർന്ന് കൺമണി കൂടി തൻ്റെ ശത്രുവാണ് എന്ന് നിലപാട് എടുത്തിരിക്കുകയാണ്. കൃഷിൻ്റെ ശത്രുവായ ബലരാമൻ. ഇതേ തുടർന്ന് തിരികെ എത്തുന്ന കൺമണി കൃഷിനെ ചെന്ന് കാണുന്നു. ബലരാമൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. മാത്രവുമല്ല, ബലരാമൻ നിങ്ങളെയും കൊല്ലും എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്ന് സാഗർ ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് സംഭവിച്ചത് എന്ന് അറിയിക്കുകയാണ്. സുമിത്രയും കുടുംബവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന സാഗർ, ഞാൻ വേണമെങ്കിൽ നേരിട്ട് പോയി മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.